അവനെ എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നുള്ളൊരു ഫൺ മൈൻഡ് സെറ്റിൽ അവർ നിൽക്കുന്നത്, വിട്ടുകൊടുക്കില്ല മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ ഇപ്പം 100 കണക്കിന് ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ 100 പേരാണ് അടുത്ത് ഇനി ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ള ഒരു മോട്ടിവേഷൻ ആവാനായിട്ട് സാധിക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പോലത്തെ ഒരു സംഭവമായിട്ട് ഒരു പോർട്ട്ഫോളിയോ പോലെ ഒന്ന് ഷെയർ ചെയ്തൊരു ബുക്കാണ് നൗ ഓർ നെവർ എന്ന് പറഞ്ഞ ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് ഞാൻ എഴുതി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ 17-ാം വയസ്സ് ആവുന്നതിന് 2 ദിവസം മുന്നേ. അതുപോലെ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ബേസിക്കലി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലേൺ, ബിൽഡ്, ഷെയർ. ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഇത്രയും സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആൾക്കാർ അറിഞ്ഞാലേ നമുക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആ സമയത്ത് എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടി, എന്തോ സംസാരിച്ച്, അതെന്താണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു സംസാരത്തിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും വന്ന് എന്നോട് സെൽഫി വയ്ക്കുന്നത്. അപ്പോൾ ഞാനെന്തോ ഭയങ്കര സംഭവം എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. ഒരു ടെക്കി ആണെങ്കിലും ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ, അതുപോലെ തന്നെ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ടെക് ഏരിയയും കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയുന്ന ടെക്നോളജീസ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കമ്പനിയാണ് കോഡ്കെ എന്ന് പറയുന്നത്. ബിസിനസ് ഓൾറെഡി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ടീം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 22 ആൾക്കാരോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ആർമി വരെ നമ്മുടെ ക്ലൈൻ്റ് ആയിട്ടുണ്ട്. ബിയോണ്ട് ദ സിലബസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുട്ടികളെയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ടെക്നോളജിയിലും അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പിലൊക്കെ എക്സൽ ചെയ്തിട്ടുള്ള കുട്ടികൾ. അപ്പം ഇന്നും എന്നോടൊപ്പം അത്തരത്തിലൊരു വിദ്യാർത്ഥിയാണുള്ളത്. ഇത് +2 പഠിക്കുന്ന ശ്രാവൺ നാരായൺ. ശ്രാവണിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫൗണ്ടറാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സർവീസ് ബേസ്ഡ് IT കമ്പനി റൺ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ സ്വന്തമായൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേയധികം കാര്യങ്ങൾ, ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു സർ. ശ്രാവൺ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു. അതായത് 4ാം ക്ലാസ് മുതലേ തന്നെ കോഡിങ്, റോബോട്ടിക്സ് പഠിച്ചു തുടങ്ങി. ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പും അതുപോലെ തന്നെ ഒരു സർവീസ് കമ്പനി. എന്താണ് ശ്രാവണിൻ്റെ ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജേണി പറയുന്നുണ്ടെങ്കിൽ, ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഈ ഒരു റോബോട്ടിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ ശാസ്ത്രമേളക്കൊക്കെ പോയിട്ട് അങ്ങനെ പ്രൊജക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് എൻ്റെ ടെക് ജേണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു 5th സ്റ്റാൻഡേർഡ് 6th ഒക്കെ ആയ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനത്തെ കുറച്ച് മീഡിയ വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിങ്, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കുറച്ച് കാലം ഇങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി. പിന്നെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു റേഞ്ചൊക്കെ ആയ സമയത്തേക്ക് അത്യാവശ്യം അതിൽ നല്ല സ്കിൽസായിട്ട് ഒരു 9th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ബേസിക്കലി ഈ പോസ്റ്റർ ഡിസൈനിങ്, ഈ വീഡിയോ, അച്ഛനൊരു ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വർക്കിന്, എഡിറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ തന്നെയായിരുന്നു മെയിൻ എയിം ആയിട്ടുണ്ടായത്. അപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 9th ഒക്കെ എത്തിയ സമയത്താണ് സ്റ്റേപ്പിലേക്ക് ഞാൻ എൻ്റർ ആവുന്നത്. അപ്പോൾ കുറുമാത്തൂർ സ്കൂളിലായിരുന്നു ഞാൻ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായത്, 10th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ആ സമയത്ത് ഗോപാലൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് എനിക്ക് സ്റ്റേപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തന്നെ. പുള്ളി ബേസിക്കലി എന്നോടും അതേപോലെ നമ്മൾ സ്കൂളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടെക് എക്സ്പോഷറുള്ള 2-3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചേരണം, പൈസ ഞാൻ കൊടുക്കാൻ സീനൊന്നുമില്ല, നിങ്ങൾ ചേർന്നിട്ട് ഇതായാൽ മതി എന്നിട്ട് പുള്ളി നമ്മൾ നിർബന്ധിച്ച് അതിനകത്തേക്ക് അഡ്മിഷൻ എടുപ്പിക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ അതെടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് ഞാൻ കോഡിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതേ സമയത്ത്. ഇപ്പം നമുക്ക് ഈ ടെക്ക് എല്ലാം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീഡിയ വർക്ക് അറിയാം, പിന്നെ അത്യാവശ്യം ഫോണിൽ ഇങ്ങനെ സെറ്റിങ്സ് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരു ടെക്കി ആണെങ്കിലും ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ, അതുപോലെ തന്നെ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പോലെയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അത് എത്രയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന തുടങ്ങി. പെട്ടെന്നല്ല ഒരു ദിവസത്തിൽ ഒരു 10 ഡേയ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു തീർക്കും. അപ്പോൾ അങ്ങനെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ തീർത്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പെട്ടെന്ന് ബേസിക് ടെക്നോളജീസ് എല്ലാം കവർ ചെയ്തു. ബേസിക് ആയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ക്ലയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ശ്രീനന്ദ് എന്നാണ് അവൻ്റെ പേര്. അവൻ റോബോട്ടിക്സിൽ അത്യാവശ്യം നല്ലോണം ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മീഡിയ സ്കിൽസ് ഉണ്ട്, അത്യാവശ്യം വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവന് റോബോട്ടിക് സ്കില്ലും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടെക് ഏരിയയും കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്കറിയുന്ന ടെക്നോളജീസ് എല്ലാം കൊടുക്കുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കമ്പനിയാണ് കോഡ്കെ എന്ന് പറയുന്നത്. അത് ബേസിക്കലി സർവീസ് സെപ്പറേറ്റഡ് ആയിട്ടാണ് ചെയ്തത്. കോഡ്കെ മീഡിയ സർവീസ് ചെയ്യാൻ, അതുപോലെ തന്നെ
റോബോട്ടിക്സ് ആൻഡ് കോഡ് കേവ് റോബോട്ടിക്സ്, അങ്ങനെ പല പല സെക്ഷനായിട്ട് ചെയ്തു. നമ്മൾ ലോഞ്ച് വീഡിയോ എടുക്കാൻ വേണ്ടി, നമ്മുടെ കമ്പനിയുടെ ലോഞ്ചിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ എൻ്റെ നാട്ടിലേക്ക് വന്നു. എൻ്റെ അടുത്ത് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ നാട്ടിലേക്ക് വന്ന സമയത്ത് അവൻ ആദ്യം ഞാൻ കാണുന്നത്, അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൻ നാട്ടിലേക്ക് വന്ന് നമ്മൾ വീഡിയോ എടുത്തു, ഇട്ടു. അത്യാവശ്യം നല്ല മീഡിയ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലബ് FM, റെഡ് FM, അവിടെ നിന്നൊക്കെ ഇന്റർവ്യൂസിന് വിളിച്ചു, ആകാശവാണി, പിന്നെ പത്രത്തിലൊക്കെ വന്നു, ന്യൂസിലൊക്കെ, അങ്ങനെ കുറച്ച് അത്യാവശ്യം ഒന്ന് ഫേമസ്. 10th ക്ലാസ്സിലാണ് ആ ടൈമിന്. അത് 10th ക്ലാസ്സിലാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബേസിക്കലി ഓണത്തിന്റെ സമയത്താണ്, ഓണം ആ ഒരു റേഞ്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് 10th ക്ലാസ്സിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബൂം ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല ക്ലയൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മീഡിയ ത്രൂ ആണെങ്കിലും നല്ല കണക്ഷൻസ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 10th ക്ലാസ്സിന്റെ എക്സാം ഒക്കെ ആയ സമയത്ത് ഞാൻ അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ലായിരുന്നു. ഞാൻ ഹിന്ദിക്കും ബാക്കിയുള്ള സബ്ജക്റ്റിന് 1-2 മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത്. അത് പക്ഷേ 10th ക്ലാസ് ആകുമ്പോൾ ഫൈനൽ എക്സാം ആകുന്ന സമയത്ത് ഞാൻ ഫുൾ A+ വാങ്ങി അവർക്ക്. അങ്ങനെ ആ ഒരു സമയത്ത് ഒന്ന് ഡൗൺ ആക്കി. മറ്റേ ആ ഒരു സമയം അവസാനത്തെ ഒരു 3 മാസം റേഞ്ച്, 3 മാസം ഉണ്ടായില്ല, ആകെ 1-2 മാസം. ആ റേഞ്ച് മാക്സിമം ഫോക്കസ് ചെയ്ത്. പ്രത്യേകിച്ച് ടിപ്സ് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ, എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയെന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ 10th ക്ലാസ്സിൽ എക്സാം ക്രാക്ക് ചെയ്ത് അതിനുശേഷം വീണ്ടും ഞാൻ ടെക്നോളജിയിലേക്ക് ഇറങ്ങി. ഞാൻ ഇപ്പോൾ കമ്പനി തുടങ്ങിയെന്നുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീന്ദ്രൊക്കെയാണ് എല്ലാ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ. സാറിനോട് പറയാറുണ്ട്, സാറ് കാരണം ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് എപ്പോഴെങ്കിലും? സാറ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റേബിൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ ടെക്കി സ്പാർക്കിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്താ സംഭവം വലിയ പിടുത്തം കിട്ടി. കണ്ണൂർ ടെക്കി സ്പാർക്കിൽ. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു, ഒരു ഇവന്റ് ഉണ്ടാ, നീ പോകണം, കുഴപ്പമില്ല, ഞാൻ എൻ്റെ മോനെയും കാറും തന്നു വിടാൻ പറഞ്ഞു. പുള്ളിയുടെ കാറിൽ എണ്ണ അടിച്ചിട്ട് മോനെ നമ്മളെ വീട്ടിലേക്ക് വന്നു, നമ്മളെ കൂട്ടി, നമ്മളൊരു 3 ആൾക്കാരുണ്ടായിരുന്നു, ടെക്കി സ്പാർക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത്. മറ്റേ ഞാൻ ആർട്സ് അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും ഈ കലോത്സവത്തിന് പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഞാൻ സംസാരിക്കാനായിട്ട് സ്റ്റേജിലൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കറിയായിരുന്നു എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവം വേണ്ടി വരും, ആളെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കില്ല, എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും ചെയ്യിക്കുമോ. അപ്പോൾ പ്രസൻറ്റേഷൻ ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചായ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സ്റ്റേപ്പിൽ പഠിച്ചിട്ട് ആരും കൊണ്ട് പഠിക്കുന്നത്, എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആ പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് പ്രസൻറ്റേഷൻ ഹാളിലേക്ക് ഞാൻ കയറി. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നെ, ബേസിക്കായിട്ട് ടെക്നോളജി പറഞ്ഞു. അതിനുശേഷം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ കയറി ആ സമയത്ത് എന്തോ ഒരു കോൺഫിഡൻസ് കിട്ടി, എന്തോ സംസാരിച്ച്, അതെന്താണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു സംസാരത്തിൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും വന്ന് എന്നോട് സെൽഫി വയ്ക്കുന്നത്. ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ബിഗിനറാണ്. ആ സമയത്ത് എന്നോട് സെൽഫി എടുത്തോട്ടെ ചോദിക്കുന്നത്, എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, എനിക്ക് പ്രയോറിറ്റൈസ് തരുന്നത്. അപ്പോൾ ഞാനെന്തോ ഭയങ്കര സംഭവം എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടി. ഇനി കുറച്ചുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആകാൻ പറ്റും, കുറച്ചുകൂടി സെറ്റപ്പ് ആകാൻ പറ്റും. സാറിൻ്റെ കാര്യം അങ്ങനെയാണുള്ളത്. അപ്പോൾ പുള്ളിയുടെ എക്സ്പെൻസ് വിട്ടിട്ട് നമുക്ക് കാറൊക്കെ ഇട്ടുന്ന തന്നെ. എന്നിട്ട് ഞാൻ 10th ക്ലാസ്സിൻ്റെ ആ ഒരു എക്സാം കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ ടൈമാണ്, ഒരു 3-4 മാസത്തോളം ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കോഡിങ്ങിലേക്ക് ഇറങ്ങി, കമ്പനിയിലേക്ക് കൊണ്ടുഇറങ്ങി. ആ സമയത്ത് ഹാക്കത്തോൺ, ബാംഗ്ലൂർ ഒരു ഹാക്കത്തോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫുള്ള് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. സ്റ്റേപ്പിൽ തന്നെ പഠിച്ച ദേവനാരായണ, പിന്നെ ശ്രീയന്തും ഞാനും കൂടിയാണ് പോയത്. അപ്പോൾ ആ സമയത്ത് അവിടെ നോക്കുമ്പോൾ ഫുള്ള് കോളേജ് സ്റ്റുഡൻസ്, 10th ക്ലാസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നുണ്ടേ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു, പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് അവിടെ സ്പെഷ്യൽ മെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ബാംഗ്ലൂർ നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 വീക്ക് കഴിഞ്ഞ ഉടൻ തന്നെ സ്റ്റേപ്പിന് ഹാക്കത്തോൺ വന്നു. വെക്കേഷൻ ടൈമിൽ സ്റ്റേപ്പിന് ഹാക്കത്തോൺ വന്നു. അപ്പോൾ ഓൾറെഡി ചെറിയൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. ഒരു സംഭവം നമുക്ക് കിട്ടി, എന്താ ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് ഞാൻ ഹാക്കത്തോണിൽ വന്നു. ടീമൊക്കെ അവിടെ നിന്ന് ബിൽഡായി. നോക്കുമ്പം നമ്മളൊരു സ്റ്റേപ്പിൽ അത്യാവശ്യം നല്ലോണം എത്തിയിട്ടുള്ള, നല്ലൊരു റേഞ്ചിലേക്ക് പഠിച്ചെത്തിയിട്ടുള്ള കുറച്ച് അധികം സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ആരെങ്കിലും ഒരാൾ എൻ്റെ ടീമിൽ കിട്ടുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. നോക്കുമ്പോൾ 5 ആൾ 5 ടീമിൽ അവിടെ പണി കിട്ടി. എന്നാലും എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തെടുത്തു. അവസാനമാകുമ്പോഴത്തേക്കും ഫസ്റ്റ് പ്രൈസ് നമുക്ക് അടിച്ചു. അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഹാക്കത്തോൺസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ് ഓൾറെഡി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ടീം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 22 ആൾക്കാരോളം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറിൻ ക്ലയൻസ് UK, UAE, ഖത്തർ എന്ന് ഈവൻ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ആർമി വരെ നമ്മളെ ക്ലൈൻ്റ് ആയിട്ടുണ്ട്.
ഈ 22 പേരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇത്ര ചെറിയ പ്രായത്തിൽ? ആ ഹാൻഡ്ലിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. വെച്ചാൽ നമ്മളെ 22 മെമ്പേഴ്സ് ആണെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇത്രയും നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ നമ്മൾ ആ ഒരു 22 ആൾക്കാരായിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് കിട്ടും. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അത് നമുക്ക് പറഞ്ഞു തരുന്നതിനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു നല്ല രീതിയിൽ നടക്കും. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ ഇത്രയും ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? അതായത് സ്റ്റഡീസ് ഒരു സൈഡിലുണ്ട്, അതിനോടൊപ്പം ക്ലയൻസിന്, റിയൽ ക്ലയൻസിന് അവർക്ക് നമ്മുടെ എക്സാം ആണെന്നുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് ആണെന്നുള്ളതോ ഒന്നും അവരുടെ സംബന്ധിച്ചിട്ട് അവരെ കൺസേൺ അല്ല. എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്തുകൊണ്ട് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ടൈം മാനേജ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അത് മാറ്റിയെടുക്കണമെന്നുണ്ട്. എന്നാലും എനിക്ക് പ്രയോറിറ്റൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലപ്പോൾ കൂടുതൽ ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു ഏജാന്ന് അറിയില്ലെങ്കിലും കുറച്ച് ക്ലയൻസിനൊക്കെ നമുക്ക് ഈ ഒരു ഏജാന്നുള്ളത് അറിയാം. അപ്പോൾ അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ നമുക്കിപ്പം സാറേ ഈ ഒരു ടൈമിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല സ്കൂളിൽ. ചില ക്ലയൻസിനൊക്കെ അറിയാം നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ക്ലയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാര്യം ഇത്രയും സ്റ്റുഡൻസിൽ നിന്ന് ഇങ്ങനെ വരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ആ വർക്ക് കൊടുക്കാൻ അവർ കാണിക്കുന്ന ഒരു മൈൻഡ് ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് അപ്പം അവർ പറഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് ഞാനൊരു വർക്ക് തന്നു, നിങ്ങളത് എടുത്തു, എനിക്ക് ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുമോ, അങ്ങനെയൊക്കെ അത് തരാൻ കാണിക്കുന്നത് വലിയ മനസ്സിലാണ്. അതിലൂടെയാണല്ലോ നിങ്ങൾ ഇത്രയും വർക്ക് കിട്ടുകയും അത്രയും അറിവും നമ്മൾ ഗെയിൻ ചെയ്യുകയാണ്. ഓക്കെ. ഇപ്പം ടാൽറോപ്പിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊജക്റ്റുകൾക്കൊക്കെ ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. ചിലപ്പം നമുക്ക് എന്തായിരിക്കും ഇന്ന് തന്നെ വേണ്ടതായിരിക്കും, അത് കൊടുക്കാൻ നമുക്ക് ഏജൻസീസിന് കൊടുക്കാം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊരു സ്റ്റുഡൻറ്റിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ പോലുള്ളവരാണ് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഓരോ ഏജ് കൂടുമ്പോൾ പേടിയാ, അയ്യോ അച്ചീവ്മെന്റ് ഒന്നും ഇനിയിപ്പോൾ ഈ ഏജിലായല്ലോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഞാനിപ്പം ഇത്രയും ഓണ്ടർപ്രണർഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആയി വന്ന സമയത്ത് ഇപ്പം ബേസിക്കലി നമുക്ക് അത്ര എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. ചിലപ്പോൾ ഓരോ സമയത്ത് മൈൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടം അനുഭവിക്കുന്ന ഒരു ഓണ്ടർപ്രണർ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ സ്റ്റേബിളിൽ തന്നെ ഇഷ്ടംപോലെ കുട്ടികൾ സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് പോലത്തെ ഒരു സംഭവമായിട്ട് ഒരു പോർട്ട്ഫോളിയോ പോലെ ഒന്ന് ഷെയർ ചെയ്തൊരു ബുക്കാണ് നൗ ഓർ നെവർ എന്ന് പറഞ്ഞ ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് ഞാൻ എഴുതി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ 17-ാം വയസ്സ് ആവുന്നതിന് 2 ദിവസം മുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ പകുതി ഓൾമോസ്റ്റ് ഒന്ന് ഒരു 90% ഒക്കെ ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ബർത്ത്ഡേ വരാനായി, പണി കിട്ടി, 17 വയസ്സായി. അപ്പോൾ ഞാനെന്ത് ചെയ്യാൽ 16-ാം വയസ്സ് ഇങ്ങനെ കിട്ടിക്കിട്ടിട്ടാക്കി പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിലൊരു ഡിലേ ഉണ്ട് ഒരു 7 ദിവസത്തോളം പബ്ലിഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ആ ഒരു ഡിലേയും കൂടി കണക്കാക്കി എങ്ങനെയും കൂടി തീർത്ത് 16-ാം വയസ്സിന് 17 വയസ്സാവുന്നതിന് 2 ദിവസം മുന്നേ കറക്റ്റ് ആമസോൺ ഫ്ലിപ്കാർട്ടിലെല്ലാം പബ്ലിഷായി വീഡിയോ ഇട്ട് അങ്ങനെ 16-ാം വയസ്സിൽ ഒരു ബുക്ക് എഴുതി. അപ്പോൾ ഈ ബുക്ക് എഴുതി തീർത്ത് അത് കഴിഞ്ഞിട്ടൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഒരു എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൊരു അനുമോദനം ഉണ്ടായിരുന്നു എനിക്ക്. സ്വാഭാവികമായിട്ട് എല്ലാ സ്റ്റുഡൻസിനും കിട്ടുന്നതായിരിക്കും ബേസിക്കലി ഓണ്ടർപ്രണർഷിപ്പിലും അല്ലെങ്കിൽ ഡെവലപ്പറായൊക്കെ അവാർഡ് ഇങ്ങനെ ഓരോരോ സംഘടനകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ പോയ സമയത്ത് ഇപ്പം അതിലെ ഒരാളെ എനിക്ക് നല്ലോണം പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മീഡിയ സൈഡ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ, അവരുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ പുള്ളി ഇങ്ങനെ അറിഞ്ഞു, അപ്പോൾ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് ഈ പ്രായത്തിലുള്ളവരാണോ എന്ന് ചോദിച്ചു. അത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുത്ത് ഈ ഇപ്പോൾ ഇങ്ങനെയാണോ ഈ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ബുക്ക് പുള്ളിക്ക് ആ പരിപാടിക്ക് പോയ സമയത്ത് പുള്ളിക്ക് കൊടുത്തു. എന്നിട്ട് പ്രസംഗത്തിൻ്റെ സമയത്ത് പുള്ളി പറഞ്ഞു കുട്ടി എഴുതിയ ബുക്കിൽ തുറന്നു നോക്കിയിട്ട് ഞാൻ തന്നെ ഇതായിപ്പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ടാണ്. തീർച്ചയായിട്ടും. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുക, അത് മറ്റുള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ എന്താണ് വാല്യൂ തരിക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അത് ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോ ടീം എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ്
എങ്ങനെയായിരുന്നു ഒരു തുടക്ക കാലഘട്ടത്തിൽ ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ കണ്ടിരുന്നതും ഇപ്പം നമ്മൾ കാണുന്നത്? എന്തായാലും സ്വാഭാവികമായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ പറയും, എടാ നീ ഇതിനകത്തൊക്കെ പോകണോ എന്ന് ചോദിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. കുറച്ച് പേര് പറയും, എടോ അതെങ്ങനെയാടാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നവരുണ്ട്. ചേഞ്ച് ഉണ്ടായി. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നതിൽ അതുമായി ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ. ചിലപ്പം ഡെവലപ്മെന്റ് അറിയുന്നവരായിരിക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ സ്കിൽ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് മാറി. അത് ഇപ്പോഴും കോമൺ ഫ്രണ്ട്സ് തന്നെയാണോ? ഇപ്പോൾ സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെറീഡ് ആവാത്ത ടൈപ്പ് ഫ്രണ്ട്സാണുള്ളത്. അപ്പോൾ അവരുടെ കൊടുക്കുമ്പോൾ അവരുടെ വൈബിൽ അടിച്ചു വിളിക്കുന്നു. പിന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കും, അങ്ങോട്ട് പ്രൊഡക്റ്റീവ് ആയി എങ്കിലും വരുമ്പോൾ പ്രൊഡക്റ്റീവ് ആയിട്ട് അടിച്ചു വിളിക്കും. ഓക്കെ, അതായത് ഒരു ജോളി ടീം അത് വേറെ നമുക്ക് ഒരു ഫൺ, അതിന് വേറെ ഒരു ടീമുണ്ട്. ഇപ്പം അതുപോലെ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇപ്പം ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് കുറച്ച് പേരും കൂടെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മളെപ്പോലെ ആകണം എന്ന് താല്പര്യത്തോട് കൂടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ഇത്തരത്തിൽ റെക്കഗ്നീഷൻസ് വരുമ്പോൾ ഒരുപാട് പേര് മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കണക്ട് ചെയ്യുമല്ലോ. അപ്പം അവരെങ്ങനെയാണ്, അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അതുപോലെ തന്നെ അവരുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക? അതുപോലെ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ബേസിക്കലി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലേൺ, ബിൽഡ്, ഷെയർ. ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആ പഠിച്ച സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്യുക, അത് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതാണ് ബേസിക്കലി ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി പോകുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പം നമുക്ക് ഇത്രയും സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആൾക്കാർ അറിഞ്ഞാലേ നമുക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നമ്മളിത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഉള്ള ചെറിയൊരു ഗൈഡൻസ് എങ്കിൽ ചെറിയ ഗൈഡൻസ് കൊടുത്ത് ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം സ്റ്റേപ്പിൽ തന്നെയുള്ള 1-2-3 സ്റ്റുഡൻസിൻ്റെ സ്റ്റാർട്ടപ്പ് മെൻറ്ററിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ തന്നെ ഇപ്പം എൻ്റെ കോമൺ ഫ്രണ്ട്സിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ 1-2-3 ആൾക്കാർക്ക് ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കാം. കാരണം ഞാൻ ഈ സ്റ്റേപ്പിലൂടെ വന്ന സമയത്ത് വലിയ വലിയ സീനിയർ ഡെവലപ്പേഴ്സ് ഉണ്ടാവും. നമ്മളെ സോബർ സാറടക്കം സാറിന് മെസ്സേജ് അയക്കുമ്പോൾ സാറിനെ കൊണ്ട് വരുന്ന ഹെൽപ്പ് സാറും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ പോലെ വളർന്നു വരുന്ന കുറേ സ്റ്റുഡൻസ് കൊടുക്കാനുള്ള എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇപ്പോൾ മെൻറ്ററിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മെൻറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് സെഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ പോയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്രൗഡ് എന്ന് പറയുന്നത്, അതായത് അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ നിന്ന് ഹാൻഡിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ വലിയ ഒരു ക്രൗഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൗഡും അതുപോലെ തന്നെ ഏറ്റവും അടിപൊളി ക്രൗഡും ഏതായിരുന്നു? അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ 8th to 10th അങ്ങനെ എന്തോ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പോയി. കണ്ണൂർ മട്ടന്നൂരോ അങ്ങനെ എന്തോ ആയിരുന്നു സ്ഥലം. ഓക്കെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ബസ് കയറി അവിടെ എത്തുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച ജിജു മാം, കണ്ണൂരിലെ എക്കോസിസ്റ്റം കാറ്റലിസ്റ്റ്. പുള്ളിക്കാരത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ, ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഒരു ICT ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ കൂടി വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, സെറ്റാക്കണം, എന്തായാലും ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഞാനാണെങ്കിൽ ഈ കുട്ടികളെ ഇങ്ങനെ വെണ്ടർ ചെയ്തല്ലാണ്ട് ഞാൻ മുതിർന്ന ആൾക്കാർ ഇതുവരെ ട്രെയിൻ ചെയ്തില്ല. ഇവരെല്ലാവരും ടീച്ചേഴ്സ് ആണല്ലേ വന്നിരിക്കുന്നവർ? ടീച്ചേഴ്സാണ്. അതൊരു 20-25 വയസ്സിനുള്ള ഇടയിലുള്ള ടീച്ചേഴ്സ് ആവണമെങ്കിൽ പഠിക്കുന്ന ICT ട്രെയിനിങ്. ഓക്കെ. ഉച്ചവരെ ഞാൻ ബാക്കി ആദ്യമുള്ള സെഷൻ എടുത്തു. അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ടൈം കൊണ്ട് ഞാൻ ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ അവർക്കുള്ള കാര്യങ്ങളൊന്ന് കസ്റ്റമൈസ് ചെയ്തൊന്ന് സെറ്റാക്കി അവിടെ ഇട്ടും സെറ്റാക്കിയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് അവർ വന്നു. അവരുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷൻ. ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ ക്ലാസ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഉച്ച തൊട്ട് ആ വൈകുന്നേരം വരുന്ന ടൈം അവരോട് സംസാരിച്ച് അവർ ഭയങ്കര ഇൻട്രാക്ഷൻ ആയിരുന്നു. ആക്ച്വലി ഇവനെങ്ങനെയെങ്കിലും പൊളിക്കണം എന്നുള്ളൊരു ഫൺ മൈൻഡ് സെറ്റിൽ അവർ നിൽക്കുന്നത്, വിട്ടുകൊടുക്കില്ല മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഓരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ചിരി വരുന്നു, ചൊറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റായി. അവസാനം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ സൗണ്ട് പോയി, കാറ്റ് മാത്രമായി. എന്നിട്ട് അങ്ങനെ നമ്മുടെ അവിടുത്തെ കിച്ചൺ നോക്കുന്ന ചേച്ചി വെള്ളം വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി വേണ്ട, സംസാരിക്കല്ലേ. എന്നിട്ട് എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന എന്തോ എൻ്റെ ഇടയിൽ ചേച്ചി വന്ന് കുറച്ച് ചൂടുവെള്ളമാക്കി കൊണ്ടു തന്നു. പെട്ടെന്ന് പിടിച്ചു അടുത്ത്. ഓക്കെ, അങ്ങനെ സംഭവം. പിന്നെ ബസ്സിൽ നിന്ന് നമുക്ക് കാറ്റ് മാത്രമേ പുറത്ത് വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ മുതിർന്നവരെ ശരിക്കും ട്രെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് ശരിക്കും നമ്മുടെ കരിയറിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലത്തെ ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അതൊരു ഭയങ്കര നമുക്ക് ഒരുപാട് നോളജ് തരുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇപ്പം ചെറിയ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ട്രെയിനിങ്, അതല്ലെങ്കിൽ ഇനി അടുത്ത് ടെക്നോളജിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പം അടുത്തൊരു 4ാം ക്ലാസ് നിൽക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ശ്രാവണിനെ പോലെ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ശ്രാവൺ അന്ന് കടന്നു വന്ന പാതയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അവരുടെ പാരൻസിനോട് അല്ലെങ്കിൽ അവരുടെ ടീച്ചറിനോട്, ഇപ്പം ശ്രാവണിനെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ഒരു ടീച്ചറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലുള്ള പാരൻസിനോടും ടീച്ചേഴ്സിനോടും എന്താ പറയാനുള്ളത്?
അപ്പോൾ അവർക്ക് അവരുടെ പാതയിലേക്ക് വിടുകയുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ ഈ പഠിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ അവർക്ക് ഓരോ പർപ്പസ് ഉണ്ട്. അവരുടെ ലൈഫിൽ എന്താണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവും. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ട് എന്ത് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക, ഒരു ലിമിറ്റ് വെക്കുക. ഇന്ന ഒരു വർഷം ഇത്ര വരെ വർഷം ഞാൻ തരാം, അതിനുള്ളിൽ നീ നിൻ്റെ ഇഷ്ടമുള്ള പോലെ ചെയ്തു. അതിനുശേഷം സക്സസ് ആയിട്ടില്ലെങ്കിൽ സക്സസ് ആകുന്ന ഒരു പാത്തിലേക്ക് പോകുക. ആ ഒരു രീതിയിലെങ്കിലും മിനിമം വെക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ കുറച്ചുകൂടി ലെവലിലേക്ക് എത്തിയിരുന്നു എനിക്ക് തോന്നിപ്പോയി. ഓൾറെഡി പ്രൂവണാണ്. ഇപ്പോൾ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്റ്റേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം സ്റ്റാർട്ടപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ഹാനി നവാസ് എന്ന സ്റ്റേപ്പിൽ തന്നെയുള്ള കുട്ടിയുണ്ട്. അപ്പം പുള്ളിനെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പറ്റില്ല ഉള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പുള്ളിയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ക്ലയൻസിനൊക്കെ ഡീൽ ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ബേസിക് ഇപ്പം നമ്മളൊരു എന്ത് ബിഗിനറാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് നമുക്കൊരു 5,000 റുപ്പീസ് നമുക്ക് മിനിമം ഒരു വെബ്സൈറ്റിന് ചാർജ് ചെയ്യാം ബിഗിനർ എന്ന രീതിയിൽ. അപ്പോൾ അത് തൊട്ടൊരു 1 to 2 lakh വരെയൊക്കെ അല്ലെങ്കിൽ 3 lakh ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്കോപ്പുള്ളൊരു കരിയറാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ബേസിക് ഞാൻ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് അങ്ങനെ പറയുന്നില്ലെങ്കിലും ബേസിക് ടെക്നോളജി എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രി അത്രയും വലുതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വിടുക. ഇപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്നൊക്കെ പറയുന്നത് അവർ പാഷനേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ അവരുടെ ഒരു അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാത്തിലേക്ക് അവരെ തള്ളി വിടാതിരിക്കാനുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ടെക്നോളജി ഇപ്പോൾ എല്ലാ മേഖലയിലേക്കും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോഴും അവിടെ റോബോട്ടിക് സർജറി അതല്ലെങ്കിൽ റോബോട്ടിക്സിൻ്റെ ഒരു പോസിബിലിറ്റിയും AI പോസിബിലിറ്റി. ഇപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരു ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ AI മോഡൽസാണ് നമ്മൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലിപ്പം ഏതൊരു മേഖലയിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടെക്നോളജി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അപ്പം അവർ ശരിക്കും ഇങ്ങനെ ടെക്നോളജി പഠിക്കുന്നതിൻ്റെ പോസിബിലിറ്റീസ് അതിൽ ശ്രാവൺ എന്താ തോന്നിയിട്ടുള്ളത്? അതായത് ഇപ്പം ഏതൊരു മേഖല, ഇപ്പം വക്കീലാവാൻ താല്പര്യമുള്ളവരും, അപ്പോൾ നമ്മളിപ്പം കേസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ GPT പോയി സെർച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ GPT ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, റോബോട്ടിക്സിനെ കുറിച്ച് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, AI ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ടെക്നോളജി വേണം എന്നുള്ളൊരു സാഹചര്യത്തിലെത്തിയാലോ, അതിനെക്കുറിച്ചിട്ട് ശ്രാവണിൻ്റെ തോട്ട്സ് എന്താ? ഇപ്പോൾ ഏത് ഇൻഡസ്ട്രി എടുത്തു പോയി കഴിഞ്ഞാലും നമുക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് നേരെയുള്ള വഴിയുണ്ട്, വളഞ്ഞിട്ടുള്ളൊരു വഴിയുണ്ട്. വളഞ്ഞിട്ടുള്ള വഴി പോയി കഴിഞ്ഞാൽ കുറേ എഫേർട്ട് എടുക്കേണ്ടി വരും, പക്ഷേ സ്ഥലത്തെത്തും. നേരെയുള്ളൊരു വഴി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ അതേ ചൂസ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിൽ സ്കില്ലുണ്ടാവും, അറിവുണ്ടാവും. പക്ഷെ അതൊന്ന് ഫെച്ച് ചെയ്തൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ളൊരു ടൈം നമ്മൾ ആ ഒരു കാര്യത്തിൽ AI റീപ്ലേസ് ചെയ്യുന്നതോട് സിമ്പിളായിട്ട് നടക്കും. ഒരു 1 to 2 സെക്കൻഡിൽ പരിപാടി നടക്കും. ഇപ്പോൾ ഒരു ടീച്ചർ പഠിപ്പിക്കാനാണെങ്കിൽ ഇപ്പോൾ ആ ടീച്ചർക്ക് ഒരു കോൺസെപ്റ്റ് ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതൊരു 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. ഇപ്പം ഡോക്ടറിനെ കാര്യത്തിൽ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം മെഡിക്കൽ ഇൻഡസ്ട്രിയിലുള്ളൊരു ന്യൂസാണ്. അതായത് എത്രയോ കാലങ്ങളോളം ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രോഗം AI വെച്ചിട്ട് അല്ലെങ്കിൽ ChatGPT വെച്ചിട്ട് കണ്ടെത്താൻ പറ്റി എന്നുള്ളത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു AI അല്ലെങ്കിൽ ടെക്നോളജി പറഞ്ഞ ഇൻഡസ്ട്രി ഒരു 3 ഇയറേ ആയിട്ടുള്ളൂ, വന്നിട്ടൊരു 3 to 4 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഈ ഒരു കാലം കൊണ്ട് ഇത്രയും വലിയൊരു റെവല്യൂഷണറി ചേഞ്ച് AIക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള കാലത്ത് ഡെഫിനറ്റ്ലി AI ഇല്ലാണ്ട് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഏത് ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും AI യൂസ് ചെയ്യാത്ത ആൾ അവർ സസ്റ്റെയിൻ ചെയ്യില്ല എന്നാണ് പറയാനുള്ളത്. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയുള്ള കാലഘട്ടം എന്നൊക്കെ? ചില ഫ്രണ്ട്സൊന്നും ഇതിനെപ്പറ്റി ഒന്നും അവെയറായി തുടങ്ങിയില്ല, പക്ഷേ ഇങ്ങനെ അവെയറായി തുടങ്ങിയ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, ഒരു 10% ആളുകളുണ്ട്. ആ 10%ലാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇനി അടുത്ത് വരുന്ന 90%-ന് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം നിങ്ങളുടെ സക്സസ് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, എടാ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം, നീ ആ ടെക്നോളജി കമ്പനി നടത്തണമെന്നല്ലേടാ, നീ നിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് എന്നായിരിക്കും ആദ്യം ചിന്തിക്കുക. നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് അങ്ങനെ പോകുന്നത്. ഇവ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവൻ എന്തോ ഒരു ലാഭമുണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ, നിങ്ങൾക്ക് മുന്നേ നിങ്ങൾ മഹാദേവിനെ കണ്ടു, സിയാദിനെ കണ്ടു, യാസിറിനെ, ആദിലിനെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു സംഭവം ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ആവാൻ പറ്റുമെങ്കിൽ നമുക്കാവാൻ പറ്റുമല്ലോ, അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഇതുപോലെ നിങ്ങളെപ്പോലെ ഇപ്പം 100 കണക്കിന് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ 100 പേരാണ് അടുത്ത് ഇനി ലക്ഷക്കണക്കിന് ആളുകൾക്കുള്ളൊരു മോട്ടിവേഷൻ ആവാനായിട്ട് സാധിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ നോളജ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു ക്ലാസ് ഗ്രൂപ്പിൽ എടാ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ടൂൾ. അപ്പം അതിൽ നമുക്ക് ഒരു കോൺസെപ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റിനെ വീഡിയോ ആക്കി മാറ്റാൻ പറ്റും.
അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ്. അപ്പം ടീച്ചറിന് ചിലപ്പം ടീച്ചറെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ചിലപ്പോൾ ടീച്ചറിന് ഉപയോഗം വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ ഈഗോയിലും തൊടാതെ എന്നാൽ ടെക്നോളജിയുടെ പോസിബിലിറ്റിയും കാണിച്ചു കൊടുത്ത് നമ്മൾ ചിലപ്പം ICT ട്രെയിനിങ് നമ്മളിപ്പോൾ പറയുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ട്രെയിനിങ് ആണ്. അപ്പം ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ വെക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. അതായത് ടീച്ചേഴ്സിനെ തന്നെ ടെക്നോളജിയിലേക്ക് കൊണ്ടുവരണം. കാര്യം അവർ മൈഗ്രൻസ് ആണ്, എയുടെ കാലഘട്ടത്തിൽ മൈഗ്രൻസ് ആണ്. നിങ്ങളെപ്പോലെ ഫോണും കിട്ടി അവർ ജീവിച്ച് അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചു വന്നവരല്ല. അപ്പോൾ അവർക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അവർ വന്ന ഒരു ട്രഡീഷണൽ വേയിൽ പഠിച്ചു വന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. ചിലപ്പോൾ ഒരു 40 വയസ്സായ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം AI എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് നമ്മൾ സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ടീച്ചറിനോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ടീച്ചർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് നമ്മളായിരിക്കും ടീച്ചറിൻ്റെ ഒരു ടീച്ചറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കൂളിൽ നമുക്ക് ആ ഒരു സ്കൂളിൽ തന്നെ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് മേക്കേഴ്സാണ് ശരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അത്തരത്തിലൊരു ചേഞ്ച് മേക്കർ ആകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ സ്റ്റാർട്ടപ്പുകൾ ഇനി അടുത്ത് ഇപ്പോൾ ഒരു മൈവാർഡ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പോൾ മൈവാർഡ് ആയിരിക്കില്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും പുതിയ പുതിയ വെഞ്ചേഴ്സിനകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.